കാസിന് ഇത് ടീച്ചർക്ക് എടുക്കാന് ഗിഫ്റ്റ് വാങ്ങിയോ? ഞാൻ ഗിഫ്റ്റ് ഒന്നും വാങ്ങിയിട്ടില്ലടാ. എന്റെ ഉപ്പാക്ക് പണിയൊന്നുമില്ല, അതുകൊണ്ട് മേടിച്ചുണ്ടാവില്ല. ഇപ്പൊ മേടിച്ചോ? എന്റെ ഇപ്പൊ മേടിച്ചെന്തോ വാച്ചാണേ, 2000 ഉറുപ്പ്യ ഉണ്ടായിരുന്നു. എന്നാ ശരി കേട്ടോ, ഞാൻ പോവാ. എന്താ കാസിമേന്റെ മുഖത്തൊരു വാട്ടം? ചായ ഒന്നും കിട്ടിയില്ലേ? അതൊന്നല്ലേ ഇപ്പ, സ്കൂളിലെ എല്ലാ കുട്ടികളും ടീച്ചർമാർക്ക് ഗിഫ്റ്റ് എടുക്കുന്നുണ്ട്. ഇക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുന്നു തരുമോ? എത്ര കാസിമ ഇപ്പൊ കേട്ടോ? എന്റെ അടുത്ത് പൈസ ഇല്ലാന്ന് എനിക്കറിയില്ലേ. ഞാൻ എവിടെയും പൈസ കിട്ടുക കേട്ടോ. ഇതൊക്കെ ഇപ്പൊ തുടങ്ങിയ ഓരോ മാമൂലകളാ. പൈസക്കാരെ ഓരോ മാമൂല ഉണ്ടാക്കിക്കും. അത് കണ്ട് കണ്ടിപ്പോ നമ്മളും ചെയ്യണം. നമ്മളെ കുട്ടികൾക്ക് ഇത് വല്ലതും തിരിയോ? പൈസ ഉണ്ടോ ഇല്ല എന്നുള്ളത്. അല്ലാ, ആ മെമ്പറാണല്ലോ ഇപ്പൊ വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും. വാലേക്കും അസ്സലാം. കേറി മെമ്പറെ. നിങ്ങളാ നികുതി അടിച്ച പേപ്പർ ഇതാട്ടോ. നികുതി അടിച്ചു. അൽഹംദുലില്ലാ. ഇനിയിപ്പൊ അതിന് വണ്ടി പോയാണോ നിങ്ങളുണ്ടായതുകൊണ്ട്. റസാക്കുട്ടിയാക്കാ, എന്നാ ഞാനാണ് ഇറങ്ങിയാലോ? ഒരു 5-6 പെരയിലുമ്പാടെ കയറാണ്ട് ചുട്ടിട്ടാണെങ്കിൽ മനസ്സിന് നടക്കാനും ഇരിക്കാനും പറ്റാ. അതിന്റെ അടിയിൽ മകൾ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഓക്കെന്തോ ടീച്ചർമാർക്ക് എന്തോ ഗിഫ്റ്റ് എടുക്കാൻ പോണെന്ന് പറഞ്ഞാണ്ട്. അതന്നെയാണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. ഞാൻ വന്നപ്പോ മോൻ എന്നോട് മോറ് കറപ്പിച്ചാണ് ഇരിക്കുകയാണ്. നമ്മളടുത്ത് പൈസ ഉണ്ടല്ലോ എന്നപ്പോ ഓർക്കറിയോ? ഇപ്പൊ ഓരോ ചക്കുണ്ട്, ചങ്ങായിണ്ട്. ഓനെ വാപ്പ ഓനെ ഓടിച്ചു കൊടുത്തോണ്ടേ 2000 ഉറുപ്പ്യന്റെ വാച്ചാ. ഇവിടെ 2 ഉറുപ്പ്യ എടുക്കാനില്ല. പൈസക്കാര് ഇത് ഓരോന്നും ഉണ്ടാക്കി വെക്കും. ഇതോടിപ്പോ നമ്മളെ വരെയുള്ള ആൾക്കാരാണ് ഇതിനോട് ഇറങ്ങാറുണ്ട്. ഇത് ഓൽക്കാർക്കെങ്കിലും ഇത് എന്തെങ്കിലും അറിയോ? ഇതിപ്പോ പൊതുവായിട്ടുള്ളൊരു വിഷയമാണ്. എനിക്കിപ്പോ അത് ശ്രദ്ധയിൽപ്പെടായിട്ടല്ല. പൈസക്കാർ ഓരോന്ന് തുടങ്ങി വെക്കണ തന്നെയാണ് നിങ്ങൾ പറഞ്ഞ മാതിരി. മാഷന്മാർക്ക് ഇതിൽ വലിയ റോളൊന്നും ഉണ്ടാവില്ല. കുട്ടികൾ ഗിഫ്റ്റ് കൊടുക്കണം, മാഷന്മാരത് സന്തോഷത്തോടു കൂടി മേടിച്ചേക്കണം. ഓലും ഇതിന്റെ ഭവിഷ്യത്തൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും ഇത് മുളയിലേ നുള്ളേണ്ട ഒരു പ്രശ്നമാണ്. എന്തായാലും ഇതിനൊരു തീരുമാനം നമുക്ക് ഉണ്ടാക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഞാൻ വരാം. വലൈക്കും അസ്സലാം. ആ മെമ്പറെ, എവിടുന്ന് വരുന്നിപ്പോ നിങ്ങള്? മാഷേ, മെമ്പറായി പോയില്ലേ? കുറെ പേപ്പർ ഉണ്ടായിരുന്നു, അതൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊടുത്ത് ഇങ്ങനെ കയറി വരികയാണ്. ഞാൻ മോളാണെങ്കിൽ വിളിച്ച് സ്വൈര്യം കെടുത്തുണ്ട്. ആ പിന്നെ അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ. എന്തേ കാര്യം പറയും? മാഷേ, പറയാനുള്ള പ്രശ്നം വേറൊന്നുമല്ല. ഇപ്പോൾ തുടങ്ങിയതാണല്ലോ സ്കൂളിലെ മാഷന്മാർക്ക് അല്ലെങ്കിൽ ടീച്ചർമാർക്ക് കുട്ടികളൊരു ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടി. അതെ അതെ. ആ ഒരു പരിപാടിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പാവപ്പെട്ടവരോടുന്ന് വരുന്ന കുട്ടികളുണ്ടാവും, പൈസക്കാരോടുന്ന് വരുന്ന കുട്ടികളുണ്ടാവും. പൈസക്കാർ മേടിച്ചു കൊടുക്കണ മാതിരി പാവങ്ങൾക്ക് എന്തായാലും ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാൻ കഴിയൂല. അത് കുടുംബങ്ങളിൽ, പാവപ്പെട്ട കുടുംബങ്ങളിൽ സമാധാനം നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഇതിനൊക്കെ ഇപ്പം തന്നെ ഒരു അറുതി വരുത്തണം മാഷേ. മെമ്പറെ, നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടല്ല. കുട്ടികൾ ഓരോ സന്തോഷത്തിന് ഓരോ കൊണ്ടുവരണ്ടാണ്. നമുക്കിപ്പോൾ ഇത് വേണ്ടെന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. ഏതായാലും നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം നമുക്ക്. നിങ്ങളൊരു തീരുമാനം ഉണ്ടാക്കിയാലേ ഇത് ഈ സമൂഹത്തിൽ ചെയ്യണ നല്ലൊരു ഉപകാരമായി കാര്യങ്ങൾ. ഞാൻ പോട്ടെന്നാ മാഷേ.